കൊച്ചി അമരാവതി ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് വിദ്യാഭ്യാസ അവാർഡ് ദാനവും ഓണക്കിറ്റ് വിതരണവും സംഘടിപ്പിച്ചു. പ്രസിഡന്റ് ടി എ ജോൺ അധ്യക്ഷത വഹിച്ച ചടങ്ങ് കൊച്ചി തഹസിൽദാർ നിഷാന്ത് മോഹൻ ഉദ്ഘാടനം ചെയ്തു. അമരാവതി ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ രണ്ടാം വാർഷികവും വിദ്യാഭ്യാസ അവാർഡ് ദാനവും ഓണക്കിറ്റ് വിതരണവും തഹസിൽദാർ നിഷാന്ത് മോഹൻ ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യപരമായും നമ്മുടെ കുടുംബപരമായും പ്രത്യേകിച്ച് നമ്മുടെ രക്ഷകർത്താക്കളെ ചേർത്ത് നിർത്തിക്കൊണ്ട് സമൂഹത്തോട് പ്രതിബദ്ധത കാണിച്ച് നല്ലവരായി വളരുക. എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. ഫോർട്ട് കൊച്ചി അമരാവതി അമ്മൻകോവിൽ ഹാളിൽ നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് ടി എ ജോൺ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ഹനീസ് മനക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. ആ ഗ്രാമപ്രദേശങ്ങളിലെ ആളുകളുടെ കുട്ടികളുടെ ആഗ്രഹം ഒരു തഹസിൽദാർ ആകണമെന്നായിരുന്നു. കാര്യം എല്ലാവരും ആരാധനയോടെ കാണുന്ന ഒരു പോസ്റ്റാണ് തഹസിൽദാർ. അതിനുശേഷം ഇപ്പോ സമീപകാലത്ത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് കണ്ടതാണ്. ഉത്തർപ്രദേശിലെ ഒരു ഗ്രാമത്തിൽ ജില്ലാ കളക്ടർ വന്ന് ഒരു കുട്ടിയെ ആദരിക്കുക. അപ്പൊ ഇവിടെ ഒരു ആദരവുണ്ടല്ലോ, നമ്മുടെ കുട്ടികൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയാൻ കാരണം കേട്ടോ. ആ ഗ്രാമത്തിൽ ആദ്യമായി SSLC പാസ്സായ കുട്ടിയെ ആദരിക്കുന്നു കളക്ടർ. ഇപ്പോഴാണ് ലേറ്റസ്റ്റ് ആണ്. ആ ഗ്രാമത്തിൽ ആദ്യമായാണ് ഒരു 10ാം ക്ലാസ് കുട്ടി പാസ്സാകുന്നത്. നമ്മളിവിടെ അങ്ങനെയാണോ? രക്ഷിതാക്കൾ ഒരിക്കലും കുട്ടികൾക്ക് താല്പര്യമില്ലാത്ത വിഷയങ്ങൾ എടുത്തു പഠിക്കാൻ നിർബന്ധിക്കരുതെന്നും അവരുടെ അഭിരുചിക്കനുസരിച്ച വിഷയങ്ങൾക്ക് പ്രാധാന്യം നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. രക്ഷാധികാരികളായ സെബാസ്റ്റ്യൻ കുരിശിങ്കൽ, റുമേഷ്, സേവ്യർ രാജു, ട്രഷറർ TP ജാനേഷ് കുമാർ, ബീന പോൾ, സരിത ജോൺസൺ, കുവൈറ്റ് മലയാളി അസോസിയേഷൻ സെക്രട്ടറി റെക്സൺ ആന്റണി എന്നിവർ സംസാരിച്ചു. നമ്മൾ എന്ത് പ്രൊഫഷനിൽ എത്തിയെന്നല്ല, നമ്മൾ എവിടെ എത്തി, ആ പ്രൊഫഷൻ എത്രത്തോളം നമ്മൾ സക്സസ് ആയി, ആ പ്രൊഫഷൻ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ മുന്നിൽ ഡോക്ടേഴ്സ് ഉണ്ടാവും, എഞ്ചിനീയേഴ്സ് ഉണ്ടാവും, വേറെ പലരും ഉണ്ടാവും. നമ്മൾ ചിലപ്പോൾ BCom ആയിരിക്കും. ആ BComൽ നമ്മൾ എന്തായി, അതിന് മേലെ നമ്മൾ എന്തെത്തി, എത്രത്തോളം നമ്മൾ സ്കോർ ചെയ്യാൻ സാധിക്കും. നമ്മൾ തോറ്റുപോയിട്ടുണ്ടാവും. സാറ് പറഞ്ഞ പോലെ നമ്മൾ തോറ്റുപോയിട്ടുണ്ടാവും. തോൽവിയിൽ നിന്ന് നമ്മൾ പഠിച്ച് വീണ്ടും പഠിച്ച് വിജയിക്കണം. പലരും അങ്ങനെ തോറ്റു കഴിഞ്ഞു, ഞാൻ തോൽവിയാണ്. അങ്ങനെയല്ല, ഞാൻ തോറ്റു, ഞാൻ വിജയിക്കണം, ഞാൻ വിജയിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തോട് വീണ്ടും പഠിക്കണം. അത് ഒരു വിദ്യാലയത്തിലും അത് സന്തോഷമാണ്. നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള ടീച്ചേഴ്സിനും അധ്യാപകർക്കും എല്ലാം അവർക്ക് വളരെ സന്തോഷമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ കാണുന്ന വഴിയിൽ ഓരോ ഫോട്ടോകളൊക്കെ വെച്ച്, നിങ്ങളുടെ ഫോട്ടോകളൊക്കെ വെച്ച് അവർ എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? അവർക്കുള്ള സന്തോഷം കൊണ്ടാണ്. ഞങ്ങളുടെ പിള്ളേർ ഞങ്ങളുടെ ക്ലാസ്സിൽ പഠിച്ചു, ഞങ്ങൾ പഠിപ്പിച്ച പിള്ളേരാണ്. അപ്പോൾ മാതാപിതാക്കൾ പറയും എൻ്റെ മകളാണ്, എൻ്റെ മകനാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഈ ഓണം ആഘോഷിക്കൂ മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം. തിരുവോണനാളിൽ സൂപ്പർ ബമ്പർ നറുക്കെടുപ്പ്. 1ാം സമ്മാനം ഗോൾഡ് നെക്ലേസ്, 2ാം സമ്മാനം ഗോൾഡ് റിംഗ്, 3ാം സമ്മാനം ഗോൾഡ് ലോക്കറ്റ്. 10 പേർ. Maharaja Gold and Diamond.